നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർക്കോഴ വിവാദത്തിൽ നാഥനില്ലാത്ത ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തെളിവുകൾ കയ്യിലുള്ളവർ അത് തുറന്നു പറയണം. ധനമന്ത്രി കെ.എം. മാണിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മാണി തന്നെ ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തെളിവുണ്ടെങ്കിൽ ബിജു രമേശ് ഹാജരാക്കട്ടെ എന്ന് കെ.എം. മാണിയും പ്രതികരിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒട്ടേറെ ചോദ്യങ്ങളാണ് ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. പല ചോദ്യങ്ങൾക്കും അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകിയില്ല. ചില ചോദ്യങ്ങളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി, ചിലതിന് ഉത്തരം നൽകിയില്ല. ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും മാണിയുടെ രാജി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു ഒരു ചോദ്യം. ഗവൺമെന്റിന് ധനകാര്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദരേഖകളിൽ മാണിക്ക് കോഴ കൊടുത്തതായി ബാർ ഉടമകൾ പറയുന്നുണ്ടല്ലോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. അതൊന്നും വിലപ്പോവില്ല. ഉള്ളവർ തുറന്നു പറയട്ടെ. ഏതിനും ഒരു നാഥനുണ്ടാകട്ടെ. അപ്പം പറയാം. ബാലകൃഷ്ണപിള്ളയുടെ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് 28-ാം തീയതി കഴിയട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉത്തരം. സത്യം ജയിക്കും. മാണിയെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇങ്ങനെ മറുപടി നൽകി. ഇതിപ്പം വീഡിയോയിൽ വന്നു എന്നും പറഞ്ഞാൽ പറയുന്നത്. വീഡിയോയിൽ വന്നതിന്റെ പേരിൽ ഇതെടുക്കാൻ പറ്റും. റിപ്പോർട്ടർ TV ഇന്നലെ പുറത്തുവിട്ട ശബ്ദരേഖകളിലെ ആരോപണങ്ങളെക്കുറിച്ച് മന്ത്രി കെ.എം. മാണി പ്രതികരിച്ചു. ബിജു രമേശ് തെളിവുകൾ മൊത്തം ഹാജരാക്കട്ടെ എന്നായിരുന്നു മാണിയുടെ പ്രതികരണം. നല്ല കാര്യം. വിജിലൻസിന് മുമ്പിൽ തെളിവ് കൊടുക്കട്ടെ, ഉള്ള തെളിവുകളൊക്കെ ഹാജരാക്കട്ടെ, നമുക്കറിയാമല്ലോ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് വക്താവ് ശ്രീ അജയ് തറയിൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജോണി നെല്ലൂർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ബാർക്കോഴയിൽ തെളിവില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞത്. ബിജു രമേശ് പറഞ്ഞതുപോലെയല്ല, നേരെ തിരിച്ചാണ് ബാർ ഉടമകൾ വിജിലൻസിന് മൊഴി നൽകിയിട്ടുള്ളത് എന്നും മുഖ്യമന്ത്രി പറയുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ? അല്ല, ഇവിടെ ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷണം നടക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ, അല്ലെങ്കിൽ മേൽ നടപടി ഉണ്ടാകുന്നത് വരെ മാണിയെ കുറ്റവിമുക്തനാക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് ആരാണ് അധികാരം നൽകിയത് എന്നെനിക്കറിയില്ല. മാണിയിൽ എന്ന സഹമന്ത്രിയിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. മാണി അന്വേഷണ വിധേയനാണ്. ഔദ്യോഗികമായ സംവിധാനത്തിലൂടെയാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം തടസ്സപ്പെടുത്താതിരിക്കുന്നതിന്, മുൻവിധിയോടെ അന്വേഷണം പൂർത്തീകരിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതിനുള്ള നിയമപരമായ ബാധ്യതയും ഉത്തരവാദിത്വമുള്ള ആളാണ് മുഖ്യമന്ത്രി. അദ്ദേഹം അതിന്റെ ലംഘനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കേസിൽ ഹൈക്കോടതി പറഞ്ഞത് വിജിലൻസ് മാനുവൽ മാറ്റിവെച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ അന്വേഷണം നടത്തണം. അതിൽ അന്വേഷണത്തിൻ്റെ നടപടികൾ, ലഭിക്കുന്ന മൊഴികൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ ഇതൊന്നും തന്നെ മന്ത്രിമാരെയോ സർക്കാരിനെയോ അറിയിക്കേണ്ടതില്ല എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. അങ്ങനെയിരിക്കെ ഇപ്പോൾ ബിജു രമേശ് പറയുന്നു തനിക്ക് മൊഴി നൽകാൻ ബുദ്ധിമുട്ടുണ്ട്, നൽകുന്ന മൊഴികൾ അത് മറ്റുള്ളവരിലേക്ക് ചോരുന്നു, അതനുസരിച്ച് PJ ജോസഫ് മൊഴി മാറ്റാൻ ബാർ ഉടമകളുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തുന്നു. അപ്പോൾ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു എന്ന കാര്യം തെളിയിക്കുന്നതല്ലേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ് അവർ നൽകിയ മൊഴി? ഇതിൽ കെ.എം. മാണിക്കെതിരെ തെളിവില്ല. ഇതിങ്ങനെ മുഖ്യമന്ത്രി പറയുമ്പോൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ? അത് അസാധാരണമായ ഉത്തരവാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ അത് നൽകിയത്. CBIക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക്, വിജിലൻസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കോടതി നൽകിയിരുന്നു. അവരുടെ പ്രവർത്തനത്തിൽ ഇടപെടരുത് എന്ന് മാത്രമല്ല, അത് മന്ത്രിമാരും മറ്റു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ളവരും അറിയരുത് എന്നുകൂടി പറഞ്ഞിരുന്നു. ഇപ്പോൾ അങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ വിജിലൻസിന് മുന്നിൽ വരുന്ന വിവരങ്ങൾ, രേഖകൾ, തെളിവുകൾ, മൊഴികൾ എല്ലാം അത് അവർ അറിയുന്നു, മന്ത്രിമാർ അറിയുന്നു എന്ന ആക്ഷേപം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ബിജു രമേശ് തന്നെ അക്കാര്യം പറയുകയുണ്ടായി. സാക്ഷികൾ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായി അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം തെളിവുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരിക്കുന്നത് എന്ന വിവരം മുഖ്യമന്ത്രിയിൽ നിന്ന് കോടതി ഉത്തരവിലൂടെ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാണി നിർദോഷിയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയും എന്ന ചോദ്യമുണ്ട്. ഇത് രാഷ്ട്രീയമായ ചോദ്യമല്ല, നിയമപരവും സാങ്കേതികവുമായ ചോദ്യമാണ്. ശ്രീ അജയ് തറയിൽ, എങ്ങനെ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയും? അല്ല, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എനിക്ക് ധനകാര്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന്. മറ്റൊരു കാര്യം,
ഇത്രയും ദിവസമായി ഇത്രയും ചർച്ചകൾ നടക്കുന്നു, ധാരാളം ശബ്ദരേഖകളും പ്രസ്താവനകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഒരാൾ പോലും ഞാൻ മാണിക്ക് നേരിട്ട് പൈസ കൊടുത്തു എന്ന മൊഴി കൊടുത്തിട്ടില്ല. ഞാൻ മാണിക്ക് പൈസ കൊടുത്തു എന്ന്, അല്ലെങ്കിൽ മാണിക്ക് പൈസ കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒരു സബ്സ്റ്റാൻഷ്യലായ ഒരു എവിഡൻസ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ കോടതിയിൽ പോകുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ സബ്സ്റ്റാൻഷ്യലായ ഒരു എവിഡൻസ് ഇല്ലാതെ ഒരു കോഴ കേസ് എങ്ങനെ അന്വേഷിക്കും? അഴിമതി ആരോപണമാണെങ്കിൽ അല്ല, ശ്രീ അജയ് തറയിൽ അങ്ങനെയല്ലല്ലോ. കോടതി പറഞ്ഞത് ഇത് അന്വേഷിക്കട്ടെ, അതനുസരിച്ച് അതിൻ്റെ നടപടികൾ സ്വീകരിക്കട്ടെ, ആ അന്വേഷണത്തിലൂടെ നിജസ്ഥിതി പുറത്തു വരട്ടെ. പക്ഷേ ഇവിടെ അതല്ല, അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് വീണ്ടും ബിജു രമേശ് ഇത് സംബന്ധിച്ച തെളിവുകൾ വിജിലൻസിന് കൈമാറിയത്. അങ്ങനെ അന്വേഷണം നടക്കുന്ന, അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു കേസിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇതിൽ ആരോപണ വിധേയനായ മന്ത്രിയോടൊപ്പം യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഔദ്യോഗികമായി മുഖ്യമന്ത്രി പറയുകയാണ്, ഇതിൽ മാണിക്കെതിരെ തെളിവില്ല, ബാറുടമകൾ നൽകിയ മൊഴികൾ ബിജു രമേശ് പറയുന്നതുപോലെയല്ല എന്ന്. സർക്കാർ ഈ കേസ് അന്വേഷണത്തിൽ ഇടപെടുന്നു, ഇതിൽ എന്തൊക്കെ മൊഴികളാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു, ആ മൊഴികൾ തിരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഇതിനേക്കാൾ നന്നായി എങ്ങനെ പുറത്തു വരും, എങ്ങനെ തെളിയിക്കാൻ കഴിയും? അല്ല, ഇതിനകത്ത് ഈ ബാറ് ഉടമകളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ്, അതിൻ്റെ സെക്രട്ടറി, അതിൻ്റെ ട്രഷറർ, അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇത്രയും ആളുകൾ സംയുക്തമായി പോയാണ് മാണിക്ക് പൈസ കൊടുത്തത് എന്നാണ് ബിജു രമേശ് പറയുന്നത്. ഈ പറഞ്ഞ ആളുകളെല്ലാം മൊഴി കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഞങ്ങൾ മൊഴി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ മാണിയെ കാണാൻ പോയത് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്, ഞങ്ങൾ പൈസ കൊടുക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾ പൈസ പിരിച്ചെടുത്തത് കോടതിയിൽ നിയമപരമായ സഹായം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. പൈസ കൊടുത്തു എന്ന് ബിജു രമേശ് ആരോപിച്ചിരുന്ന ആളുകൾ ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ശ്രീ അജയ് തറയിൽ അങ്ങനെ പറയുമ്പോൾ ബാർ ഉടമകളുടെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അത് നിങ്ങൾക്ക് സമ്മതമാണ്. അതേ ബാർ ഉടമകൾ തന്നെ, ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹികൾ തന്നെ അവരുടെ ഔദ്യോഗിക യോഗത്തിൽ മാണിക്ക് എപ്പോഴൊക്കെ എങ്ങനെയാണ് പൈസ നൽകിയത്, ഏതെല്ലാം കാര്യത്തിനാണ് പൈസ നൽകിയത് എന്ന് അവരുടെ ഔദ്യോഗിക യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ബിജു രമേശ് പുറത്തുവിടുമ്പോൾ, അത് റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തു വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. പക്ഷേ PJ ജോസഫ് ഉൾപ്പെടെയുള്ളവർ, KM മാണിയുടെ മകൻ ഉൾപ്പെടെയുള്ളവർ, അവർ എങ്ങനെയാണ് സമ്മർദ്ദം ചെലുത്തിയത് എന്നും ആ ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖയിലുണ്ടല്ലോ. ആ പറയുന്നതിൽ നിങ്ങൾക്ക് ബോധ്യമില്ല. അല്ല, ആ ശബ്ദരേഖ അതെല്ലാം ഇത് മുന്നിൽ വരുന്ന കാര്യങ്ങളല്ലോ. അണിയറയിൽ നടക്കുന്നത് അല്ലെങ്കിൽ മണിയറയിൽ നടക്കുന്നത് ആയ സംഭവവികാസങ്ങളെയൊക്കെ നമുക്ക് പുറത്ത് തെളിവുകളായിട്ട് ഹാജരാക്കാൻ പറ്റില്ലല്ലോ പ്രകാശേ. ഒരു തെളിവെന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യലായി നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ഇവിടെ ഇല്ല. പിന്നെ അവര് ഇരുന്ന് സ്വറ പറഞ്ഞപ്പോഴോ അവർ മീറ്റിംഗ് നടത്തിയപ്പോഴോ പലതും പറഞ്ഞു കാണും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയല്ല അജയ് തറയിൽ, അങ്ങനെയാണെങ്കിൽ അവർ ഈ സ്വറ പറഞ്ഞപ്പോൾ, അവർ മീറ്റിംഗ് നടത്തിയപ്പോൾ ഉമ്മൻചാണ്ടി പണം വാങ്ങിയെന്ന് അവർ പറഞ്ഞതായിട്ട് പുറത്തു വരുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ഇങ്ങനെ പണം എണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് അവർ സ്വറ പറഞ്ഞില്ലല്ലോ. അവർ സ്വറ പറഞ്ഞത് താങ്കൾ പറഞ്ഞ സ്വറ പറഞ്ഞതാണെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇന്ന രീതിയിൽ ഇന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഇന്ന രീതിയിൽ കൊടുത്തു എന്ന് പറയുന്നത് KM മാണിക്കും KM മാണിയുടെ മകനും എതിരെ മാത്രമായി എങ്ങനെ ചുരുങ്ങുന്നു? എന്തുകൊണ്ട് അവർ ഉമ്മൻചാണ്ടിയുടെ പേരോ അല്ലെങ്കിൽ K ബാബുവിൻ്റെ പേരോ അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ്റെ പേരോ VS അച്യുതാനന്ദൻ്റെ പേരോ പറയുന്നില്ല? KM മാണിയുടെ കാര്യം മാത്രം ഇതിൽ വരുന്നു. അല്ല, ശബ്ദരേഖയെ ഞാൻ തള്ളിക്കളയുന്നില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ശബ്ദരേഖയുടെ യഥാർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും ഈ ശബ്ദരേഖയെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങളിലേക്ക് എത്തി നോക്കാനും കഴിയും. തീർച്ചയായിട്ടും ഇപ്പോൾ CBI ഒക്കെ അന്വേഷിക്കുന്നത് ഇതുപോലെ ശബ്ദരേഖകളും ടെലിഫോൺ സംഭാഷണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ തെളിവുകൾ കൊണ്ടുവരുന്നത്.
തെളിവുകൾ ശേഖരിക്കാൻ ഈ ശബ്ദരേഖ ധാരാളം മതി. അപ്പോൾ വിജിലൻസ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പറയുന്ന പോലെ ശ്രീ അജയ് തറയിൽ അങ്ങനെയല്ല. താങ്കൾ ഇപ്പോൾ തത്വത്തിൽ ശബ്ദരേഖയിൽ വന്ന വിവരങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. ഇങ്ങനെ ശബ്ദരേഖയിലൂടെ പുറത്തു വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CBI എൻക്വയറി ഉൾപ്പെടെ നടന്നിരിക്കുന്നത്. CBI എൻക്വയറിക്ക് പോകും എന്ന് ബിജു രമേശ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ശബ്ദരേഖ പൂർണ്ണമായി തള്ളിക്കളയാൻ താങ്കൾ പോലും തയ്യാറാകുന്നില്ല കോൺഗ്രസ് വക്താവ് എന്ന നിലയിൽ. അങ്ങനെ വരുമ്പോൾ ആ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ഉമ്മൻചാണ്ടിക്ക് മാണിക്കെതിരെ തെളിവില്ല, മാണിക്ക് അനുകൂലമായാണ് ബാർ ഉടമകൾ മൊഴി നൽകിയത് എന്ന് പറയാൻ കഴിയും? അല്ല, മാണിക്കെതിരെ ഇപ്പോൾ തെളിവില്ലെന്ന് പ്രകാശ്, ഇപ്പോൾ തെളിവില്ല. ഇപ്പോൾ ഏത് കണ്ണുപൊട്ടലും അറിയാം മാണിക്കെതിരെ കോൺക്രീറ്റ് ആയ ഒരു എവിഡൻസും ഇല്ല. ഇനി ശബ്ദരേഖയെ വെച്ച് അവർ പരിശോധിച്ച് വിജിലൻസ് തെളിവുകൾ കൊണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ മാണിക്കെതിരെ ചാർജ് ആണല്ലോ വിജിലൻസ് തെളിവ് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അന്വേഷണത്തിലാണല്ലോ, തെളിവുണ്ടോ? ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുണ്ടോ? മാണിയുടെ വീട്ടിൽ ഇന്ന കാര്യങ്ങളുണ്ടോ? മാണിയുടെ വീട്ടിൽ അന്വേഷണം നടത്താനും ഈ പറയുന്ന ബിജു രമേശ് പറയുന്ന പണം എണ്ണുന്ന യന്ത്രം ഉണ്ടോ എന്ന് പരിശോധിക്കാനും അനുമോനെ ചോദ്യം ചെയ്യാനും അങ്ങനെ നടപടികൾ ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിൽ പറയുന്നത് മാണിക്കെതിരെ ഒരു തെളിവുമില്ല. എങ്ങനെ ഈ പോലീസ് അന്വേഷിക്കും? ശ്രീ അജയ് തറയിൽ, വിജിലൻസ് ഒരു സ്വതന്ത്ര ഏജൻസിയല്ലേ, അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. താങ്കൾക്ക് അതിൽ പരിമിതിയുണ്ട്. ശ്രീ ജോണി നെല്ലൂർ, എങ്ങനെ മാണിക്ക് തുടരാൻ കഴിയും? മാണിക്ക് ഇനിയും ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുമോ? കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വലിയ രീതിയിൽ മാണി മാത്രമാണ് ഉള്ളൂ, ബാക്കി എല്ലാ MLA-മാരും ബാക്കി എല്ലാ നേതാക്കളും ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിലാണ് എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതെനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KM മാണി രാജിവെക്കേണ്ട ഒരു സാഹചര്യം. അദ്ദേഹം തന്നെ ധനകാര്യമന്ത്രിയെ തുടരുകയും ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ ആർക്കും അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം പ്രകാശ്, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 2.5 മാസമായി ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ എന്നും ഉന്നയിക്കുന്ന കാര്യങ്ങളാ. എന്താ? എന്റെ കയ്യിലുണ്ട്, ഈ കയ്യിലുള്ളത് കൊടുക്കട്ടെ, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ശ്രീ ജോണി നെല്ലൂർ, അവരുടെ കയ്യിലുള്ളതല്ല അവർ കൊടുത്തു, പൈസയായിട്ട് അവരുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞ പൈസയാണല്ലോ, അത് ആദ്യം കൊടുത്തു. ഞാനത് ബിജു രമേശ് എന്ന് പറയുന്ന വിദ്വാൻ കുറെ ദിവസങ്ങളായി 2.5 മാസമായി ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ നിന്ന് എന്റെ കയ്യിൽ തെളിവുണ്ട്, എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുക്കട്ടെ. ശ്രീ ജോണി നെല്ലൂർ, അത് കൊടുക്കുന്നതിനുള്ള തടസ്സമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിജു രമേശ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ, അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ വിജിലൻസിനോട് പറഞ്ഞോ, ആ മൊഴി എടുത്തിട്ട് അവരെ കൊണ്ട് തിരുത്തിക്കുകയാണ്. മുഖ്യമന്ത്രി തീറായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ തെളിവുകൾ? അതാണ് ഇന്നലെ ബിജു രമേശ് റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞത്. എങ്ങനെ ഞാൻ ഈ തെളിവുകൾ വിശ്വസിച്ച് ഏൽപ്പിക്കും എന്ന്. പ്രകാശ് ഒരു മുതിർന്ന പത്രപ്രവർത്തകനല്ലേ? ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോ. പ്രകാശ് ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണല്ലോ. അപ്പോ പ്രകാശ്, ഇപ്പൊ ഈ കാണിക്കുന്ന കോലാഹലം ഇത് എന്തിനു വേണ്ടിയാ? ഇത് ആത്മാർത്ഥമായിട്ടാണോ? ബിജു രമേശ് ഇന്നലെ റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ട ശബ്ദരേഖ, ആ ശബ്ദരേഖ കേൾക്കുന്ന ഏതൊരാൾക്കും, പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാകും. അതൊരു യോഗത്തിന്റെ നടപടിക്രമത്തിൽ യോഗത്തിലുണ്ടായ വാദപ്രതിവാദങ്ങളോ കോലാഹലങ്ങളോ അല്ല. അതൊരു ചന്തയിലേതുപോലെ, ഞാൻ ആക്ഷേപിച്ച് പറയല്ല, കുറെ ആളുകൾ കൂടിയിരുന്ന് സ്വറ പറയുന്ന പോലെ, അജയ് തറയിൽ പറഞ്ഞ സ്വറ പറയുന്ന പോലെ, അല്ലെങ്കിൽ വർഷാവസാനം ആഘോഷിക്കാൻ വേണ്ടി ഒത്തുകൂടിയപ്പോൾ ആ ആഘോഷത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ ഭാഗങ്ങൾ പറയുന്നു. അതിൽ അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കുറെ ഭാഗങ്ങൾ മാത്രം കൊണ്ടുവന്ന് കേൾപ്പിക്കുന്നു. ആരുടെ ശബ്ദമാണെന്ന് ആർക്കറിയാം? ആരുടെ ശബ്ദമാണെന്ന്? ഇതിപ്പോ ഇദ്ദേഹം പറയുന്നു എന്ന് പറയുന്നത് ആരാ? പറയുന്നത് നമ്മുടെ ബിജു രമേശാ. ബിജു രമേശ് പറഞ്ഞതെല്ലാം ഒന്നൊന്നാകെ മറ്റുള്ളവർ തള്ളി പറഞ്ഞല്ലോ. അങ്ങനെ ഒരു യോഗമേ നടന്നിട്ടില്ല എന്ന് സുനിൽ. ശ്രീ ജോണി നെല്ലൂർ, അങ്ങനെ തള്ളി പറയും, അല്ലെങ്കിൽ നിങ്ങൾ തള്ളി പറയിപ്പിക്കും. ആ തള്ളി പറയിപ്പിക്കും എന്നതിന്റെ തെളിവാണ് മുഖ്യമന്ത്രി തീർപ്പ് കൽപ്പിച്ചത്. ഹൈക്കോടതി പറഞ്ഞതിന് വിരുദ്ധമായി മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ അന്വേഷണം എന്തിനാണ് ശ്രീ ജോണി നെല്ലൂർ? എന്തിനാണ് ഇത് പരിശോധിക്കേണ്ടത്? പരിശോധിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഞാൻ ചോദിക്കട്ടെ, ഇത് മുഖ്യമന്ത്രി സ്വയമേ പറഞ്ഞതല്ലോ.
ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇന്നയാൾ ഇന്ന മൊഴി കൊടുത്തു, ആ മൊഴിയിലൊന്നുമില്ല, അദ്ദേഹം കണ്ടത് ശ്രീ ജോണി നെല്ലൂർ, മൊഴിയിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് ഇന്നലെ ഇപ്പൊ കണ്ടില്ലേ? ബാർ ഹോട്ടൽ അസോസിയേഷന്റെ പ്രമുഖ നേതാവിന് കായലിൽ കല്ല്, അതിർത്തിയിൽ കടലിൽ കല്ലിടുന്ന പരിപാടിയാണ് തിരയടിച്ച് കയറാതിരിക്കാൻ. അതിൻ്റെ ചുമതല എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പി ജെ ജോസഫാണ് ഓരോരുത്തരെ വിളിച്ചിട്ടതേ ഇതിൽ നിങ്ങൾ ഇന്നത് പറയണം. അതാണ് ബിജു രമേശ് ആദ്യം പറഞ്ഞ പല ബിസിനസ്സും ഉണ്ട് ഇവർക്ക് എന്ന്. അതായത് ബാറിൻ്റെ പേരിൽ നിങ്ങൾ ബാക്കിയുള്ള അഴിമതികൾ കൂടി നടത്തുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി, അതിൽ അനുകൂല മൊഴിക്ക് വേണ്ടി വീണ്ടും പൊതുജനത്തിൻ്റെ ഫണ്ട്, പൊതുജനത്തിൻ്റെ സമ്പത്ത് അത് കൊള്ളയടിക്കാൻ അവസരം കൊടുക്കുന്നു. ഇത് എവിടത്തെ ന്യായമാണ്? പ്രകാശേ, ഒറ്റ കാര്യമുള്ളൂ. ഇവര് കാലാകാലങ്ങളായി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താ? പി ജെ ജോസഫ് മന്ത്രിയായിരുന്ന സമയത്തല്ലേ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടന്നത്? മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു ആരോപണത്തെ കുറിച്ച് അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൽ സത്യസന്ധമായി റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചതല്ലേ. ഇവിടെ എന്താ? ഇവിടെ ബിജു രമേശ് എന്ന് പറയുന്ന അബ്കാരി കോൺട്രാക്ടർ ഇന്ന് വരെ അദ്ദേഹം പറഞ്ഞ തെളിവ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ ദിവസവും വാർത്തകൾക്ക് വേണ്ടി അദ്ദേഹം പുതിയ പുതിയ കഥകൾ മെനഞ്ഞു കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ അസോസിയേഷനിലെ ആളുകളെ ആദ്യം അദ്ദേഹം ബോധ്യപ്പെടുത്തട്ടെ. അദ്ദേഹം നേരിട്ട് കൊടുത്തു എന്ന് അദ്ദേഹത്തിന് പോലും കേസില്ല. അദ്ദേഹം നേരിട്ട് കാര്യമാനിയെ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒരു പുതിയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. മാധ്യമങ്ങളിലൂടെ തെളിവുകൾ പുറത്തുവരുന്നു. ഇന്നലെ റിപ്പോർട്ടർ TV തന്നെ ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ടു. കോടതി അതിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു, എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകണം എന്ന്. പക്ഷേ മൊഴി മാറ്റിക്കൽ, സാക്ഷികളെ സ്വാധീനിക്കൽ, അതിന് ഭരണപരമായ അധികാര ദുർവിനിയോഗം നടത്തൽ, മുഖ്യമന്ത്രി തന്നെ എല്ലാവർക്കും ക്ലീൻ ചിറ്റ് കൊടുക്കൽ, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? എങ്ങനെ ഈ അവസ്ഥ, ഈ അഴിമതിയുടെ സ്വാധീനത്തിൻ്റെ എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഈ അവസ്ഥ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും? അത് കോടതിയുടെ വ്യക്തമായ നിർദ്ദേശം, അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, മാധ്യമങ്ങളുടെ സജീവമായ ജാഗ്രതയും ഇടപെടലും, ഇതെല്ലാം ഉണ്ടായിട്ടും ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാം അന്വേഷണം പൂർത്തിയാവട്ടെ, അതുവരെ മാണി മന്ത്രിയായി തുടരും, അതൊക്കെ മുഖ്യമന്ത്രിക്ക് പറയാം. പക്ഷേ ഇവിടെ മാണിയെ പൂർണ്ണമായും വിമുക്തനാക്കുന്ന അഭിപ്രായ പ്രകടനം മാത്രമല്ല, മൊഴി മാറ്റി പറയുന്നതിന് സാക്ഷികളെ നിർബന്ധിക്കുന്ന സാഹചര്യം വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അവസ്ഥ പ്രകാശ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇത്ര ഗുരുതരമായ ഒരു ആക്ഷേപം ഒരു മന്ത്രിക്കെതിരെ ഉണ്ടാവുക, അത് ഇത്രയും സജീവമായ ചർച്ച പൊതുമണ്ഡലമാകെ ഈ വിഷയത്തിൽ ആകർഷിക്കപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം, ഇതെല്ലാം ഉണ്ടായിട്ടും കോടതിയുടെ പിന്തുണ എല്ലാം ഉണ്ടായിട്ടും അന്വേഷണം മുന്നോട്ട് പോവില്ല, അതിനിടയ്ക്ക് വെച്ച് പാളിപ്പോകും എന്ന ഭീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ശ്രീ അജയ് തറയിൽ, താങ്കൾ കോൺഗ്രസിൻ്റെ വക്താവാണ്. ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഘടകകക്ഷികൾക്ക് പല രാഷ്ട്രീയ നിലപാടുകളും ഉണ്ടാകാം, പല താല്പര്യങ്ങളും ഉണ്ടാകാം. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ പല വെളിപ്പെടുത്തലുകളും അവരുടെ തൊഴിലേതാണ് എന്ന് അന്വേഷിച്ച് ബാറുകാരായതുകൊണ്ട് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ആ സ്ത്രീയുടെ തൊഴിലെന്തായിരുന്നു എന്ന ആ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ തിരുത്തൽ പ്രക്രിയ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ ജനാധിപത്യത്തിൽ ചെയ്യേണ്ടത്? മാധ്യമങ്ങൾ ഇത്രയധികം തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നു, ഏതാണ്ട് കേരളത്തിലെ എല്ലാവരും വിശ്വസിക്കുന്നു. സ്വകാര്യ സംഭാഷണത്തിൽ കേരള കോൺഗ്രസ് നേതാക്കൾ പോലും ഇനി മാണിയെ താങ്ങിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് നിങ്ങളിത് അംഗീകരിച്ച് ഒരു തിരുത്തലിന് നേതൃത്വം നൽകാൻ തയ്യാറാകുന്നില്ല പാർട്ടി? ശ്രീ അജയ് തറയിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോണി നെല്ലൂർ, ആ ചോദ്യത്തിനുള്ള മറുപടി. പ്രകാശ്, ഒരു കാര്യം ഞാൻ പറയാം. ഈ കേസിനെ സംബന്ധിച്ച് വസ്തുതാപരമായി സത്യസന്ധമായ അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാൽ, ആരോപണങ്ങളിൽ എവിടെയെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ, ഞങ്ങളൊന്നും ഒരു അഴിമതിക്കാരെ സംരക്ഷിക്കാനും കൂട്ടുനിൽക്കില്ല. 100% ഒരു പൊതുപ്രവർത്തനം ഞാൻ പറയട്ടെ, ഏതെങ്കിലും വിധത്തിൽ ഈ ആരോപണങ്ങളിൽ എവിടെയെങ്കിലും ശരിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷത്തിൽ ആരോപണ വിധേയനായ ആളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുക മാത്രമല്ല, അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഞങ്ങളുടെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. യാതൊരു സംശയവും വേണ്ട. നിരപരാധികളെ ക്രൂശിക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരോപണം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. എപ്പോഴും നിങ്ങൾ ഇനിയും കോൺഗ്രസ്, മുഖ്യമന്ത്രി,
മാണിയെ സംരക്ഷിക്കേണ്ട താല്പര്യമുള്ള അതേ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘടകകക്ഷി നേതാക്കൾ, മന്ത്രിമാർ എല്ലാവർക്കും ഇനിയും കൂടുതൽ തെളിവുകൾ വേണ്ടിവരും. ഇത് കേരള സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയായി തന്നെ കണക്കാക്കാം. ബിഗ് സ്റ്റോറിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.